അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരാമർശിക്കപ്പെട്ടത് ശ്രദ്ധിക്കപ്പെടാത്ത നിഷിദ്ധങ്ങളാവുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. അഥവാ ഒന്ന്, നമസ്കാരത്തിൽ ഇമാമിനെ മുൻകടക്കാൻ പാടില്ല നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ രണ്ടാമതായി പറഞ്ഞൊരു കാര്യമാണ് ഇടത് കൈകൊണ്ട് കുടിക്കലും ഭക്ഷിക്കലും നിഷിദ്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് വാഹനത്തിൽ നിന്ന് വഴികളിലേക്ക് വേസ്റ്റുകൾ വലിച്ചെറിയുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണെന്നാണ്. എന്താ പറഞ്ഞാൽ നമ്മളിതൊന്നും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. നമ്മളൊക്കെ വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ ഓരോ വേസ്റ്റ് എന്ത് ചെയ്യും, എവിടെയെങ്കിലും കണ്ടാൽ വഴിക്കൊരു ഏറുണ്ടല്ലോ അല്ലേ, അല്ലെങ്കിൽ വഴി സൈഡിലേക്ക് നമുക്ക് എറിഞ്ഞ് നമ്മൾ കളയുമല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അത് നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊക്കെ വേണ്ടിയിട്ട്, അഥവാ നമ്മുടെ വേസ്റ്റൊക്കെ കൊണ്ടിടാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, അതിനായിട്ടൊരു സൗകര്യം ഉണ്ടാവും, അവിടെ അത് കൊണ്ടിടാൻ പാടുള്ളൂ. അപ്പോൾ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടോ, ഉരിദത് അലയ്യ അഅ്മാലു ഉമ്മത്തി ഹസനഹാ വസയ്യിഅഹാ ഫവജ്തു ഫീ മഹാസിനിൽ അഅ്മാലിഹ അൽഅദാ ബിമാ തുഅനിത്വരീക്കുന്ന. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, എൻ്റെ സമുദായത്തിൻ്റെ നന്മകളും തിന്മകളും എനിക്ക് പ്രദർശിക്കപ്പെട്ടു. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യുന്നത് അവരുടെ പുണ്യകർമ്മങ്ങളുടെ കൂട്ടത്തിലായി ഞാൻ ദർശിച്ചു എന്നുള്ളതാണ്. ഒന്നാലോചിച്ച് നോക്ക്, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ എന്താണ്, പുണ്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത് അല്ലേ. അപ്പോൾ അതേ നേരത്ത് ആ വഴിയിലേക്ക് നമ്മൾ മാലിന്യങ്ങൾ കൊണ്ടുപോയിട്ട് എന്തൊക്കെ അവസ്ഥ, നമ്മൾ ചിന്തിച്ച് നോക്കി. അതാണ് പറഞ്ഞത്. ഒരിക്കലും ഇതിനെ സംബന്ധിച്ച്, അഥവാ കാറിൻ്റെ വിൻഡോയിലൂടെ വഴികളിലേക്ക് വേസ്റ്റുകൾ വലിച്ചെറിയുന്നവരോട് ഒരിക്കലും ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. വഴിയിൽ നിന്നും ഉപദ്രവം നീക്കൽ സ്വതക്കയാണെങ്കിൽ, ശരിക്കും മനസ്സിലാക്കണം കേട്ടോ, വഴിയിൽ നിന്നും ഉപദ്രവം നീക്കൽ സ്വതക്കയാണെങ്കിൽ തീർച്ചയായും വഴിയിൽ ഉപദ്രവം വലിച്ചെറിയൽ തിന്മയാണ്. അദ്ദേഹം പറഞ്ഞു. കണ്ടോ, ഇതൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, വഴികളിലേക്ക് നമ്മൾ വേസ്റ്റ് ഒക്കെ ഇടുക എന്ന് പറഞ്ഞത് നിസ്സാരമായ കാര്യമില്ല, അത് തെറ്റാണ് എന്ന് നമ്മൾ ശരിക്ക് മനസ്സിലാക്കുക. ഇനി നമ്മൾ നാലാമതായി മനസ്സിലാക്കണം, അഥവാ നമ്മൾ തീരെ ശ്രദ്ധിക്കപ്പെടാതെ നമ്മൾ ചെയ്തു പോകുന്ന നാലാമത്തെ തിന്മ, ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കൽ എന്നുള്ളത് അല്ലേ. ഇന്ന് പലരും കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആൺകുട്ടികൾക്കൊക്കെ കൊണ്ട് സ്വർണം ഇടുന്നവരുണ്ടെങ്കിൽ അവർ ശരിക്കും ശ്രദ്ധിച്ചോ, അങ്ങനെ ചെയ്യൽ തെറ്റാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, എൻ്റെ സമുദായത്തിലെ എല്ലാ സ്ത്രീകൾക്കും സ്വർണവും പട്ടും അനുവദിക്കപ്പെടുകയും, നീ ശ്രദ്ധിക്കട്ടോ, ആൺവർഗത്തിന് അവ നിഷിദ്ധമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു ഹദീസിൽ കാണാം, ഒരിക്കലും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ വിരലിൽ സ്വർണ്ണമോതിരം അണിഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണണേ. ഇത് കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഊരി വാങ്ങിയത് വലിച്ചെറിയാണ്. എന്നിട്ട് ആ സഹാബിയോട് പറയുന്നുണ്ട്, യഅമിദു അഹദുക്കും ഇലാ ജംറത്തി മിനന്നാർ ഫയജ്അലുഹാ ഫീ യദിഹി. പറയണേ, നിങ്ങളിൽ ആരെങ്കിലും തീക്കനൽ തൻ്റെ കയ്യിൽ വെക്കാൻ ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. അഥവാ ചുരുക്കി പറഞ്ഞാൽ പുരുഷന്മാർക്ക് സ്വർണം ധരിക്കൽ എന്താണ്, നിഷിദ്ധമായ കാര്യമാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആൺവർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയവരായ പുരുഷന്മാർ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച് ചെറിയ കുട്ടികൾക്ക് സ്വർണം ധരിപ്പിച്ചു കൊടുക്കുന്നത് ഇന്ന് സമൂഹത്തിൽ ധാരാളമായി കാണുന്നു അല്ലേ. ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കൽ പാടില്ലാത്തതാണ്. അത് ധരിപ്പിച്ച് കൊടുത്ത മാതാപിതാക്കൾ എന്ത് ചെയ്യേണ്ടി വരും, ആ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം നമ്മൾ രണ്ടാമതായി മനസ്സിലാക്കുക, നമ്മൾ തീരെ ശ്രദ്ധിക്കപ്പെടാത്ത നാലാമത്തെ വിഷയമാണ് ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കുക എന്നുള്ളത്. ഈ കർമ്മം ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ ചെയ്തത് ആ വ്യക്തി ആ പാപഭാരം ഏറ്റുവാങ്ങേണ്ടി വരും. കാരണം ചെറുപൈതങ്ങൾക്ക് എന്തറിയില്ല, ഒന്നും അറിയില്ല, അവരതിന് ഉത്തരവാദിയല്ല. ആരാണോ അവരെ സ്വർണം ധരിപ്പിച്ചത് അവരാ പാപഭാരം ഏറ്റുവാങ്ങേണ്ടി വരും എന്നർത്ഥം. ഇനി നമുക്ക് ഒന്നുകൂടി മനസ്സിലാണെങ്കിൽ, ഒരിക്കൽ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, ചെറിയ ആൺകുട്ടികളെ സ്വർണം ധരിപ്പിക്കാൻ പാടുണ്ടോ? അവർ 2 വയസ്സിൽ കുറഞ്ഞവരാണെങ്കിൽ, 2 വയസ്സിന് കുറഞ്ഞവരാണെങ്കിൽ ആ കുട്ടികൾക്ക് സ്വർണം ധരിപ്പിച്ച വല്ല കുഴപ്പമുണ്ടോ എന്ന് ആരും ചോദിച്ചു. ഒരിക്കലും ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നൽകുന്ന ഒരു മറുപടി ഉണ്ട്, സ്വർണം സ്ത്രീകൾക്ക് അനുവദനീയവും പുരുഷന്മാർക്ക് നിഷിദ്ധവുമാണ്. അത് മോതിരം, വാച്ച് തുടങ്ങി ഏത് തന്നെ ആയാലും പുരുഷന്മാരെ ധരിപ്പിക്കാൻ പറ്റാത്തതുപോലെ തന്നെ ആൺകുട്ടികളെയും സ്വർണം ധരിപ്പിക്കാൻ പാടുള്ളതല്ല.
സ്വർണം സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. ഇതാണ് അദ്ദേഹം കൊടുത്ത മറുപടി. ഇനി അതേപോലെ തന്നെ ഇമാം കാസാനി റഹ്മത്തുള്ളാഹി പറയുന്നൊരു കാര്യമുണ്ട്. ആൺകുട്ടിയെ സ്വർണം ധരിപ്പിച്ചാൽ അതിൻ്റെ പാപം അവനല്ല, അവനെ ധരിപ്പിച്ചവർക്കാണ്. അഞ്ചാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട നിഷിദ്ധമാക്കപ്പെട്ട ഒരു കർമ്മമാണ് വുളൂ ചെയ്യുമ്പോൾ വെള്ളം ധൂർത്തടിക്കുക എന്നുള്ളത്. അല്ലേ, നമുക്കൊക്കെ അറിയില്ല, പല ആൾക്കാരും വുളൂ എടുക്കുന്ന നേരമായി കഴിഞ്ഞാൽ അവരിങ്ങനെ തുറന്നു വിടും. അതിപ്പോൾ എത്ര വെള്ളം പോകണമെന്നും അവർക്കും വലിയ പിടുത്തൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഫുള്ളായിട്ട് തുറന്നു വിടും. ശരിക്കും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഒരിക്കലും സഅദ് റളിയല്ലാഹു അൻഹു ഇതേപോലെ വുളൂ എടുക്കുമ്പോൾ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൂടെ പോകണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹു വുളൂ കണ്ടിട്ട് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് നബി പറയുന്നുണ്ട്, സഅദേ നീ ധൂർത്തടിക്കരുത് എന്ന് പറയുന്നുണ്ട്, നീ ദുരുപയോഗം ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ വുളൂ എടുക്കുന്നതിലും ദുരുപയോഗം ഉണ്ടോ നബിയെ ചോദിച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്, ഉണ്ട്. നഅം വ ഇൻ കുൻത അലാ നഹ്രിൻ ജാർ. പ്രവാചകൻ പറയുന്നുണ്ട്, നീ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിൽ നിന്നായാലും ശരി എന്നുള്ളതാണ്. അഥവാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിൽ നിന്നായാലും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നീ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിലാണ് നീ വുളൂ എടുക്കുന്നതെങ്കിൽ പോലും നിനക്ക് ആവശ്യമുള്ള വെള്ളം മാത്രമേ അതിൽ നിന്ന് നീ എടുക്കാവൂ. അവിടെ നീ എന്ത് ചെയ്യരുത്, ധൂർത്ത് കാണിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വുളൂ ഒക്കെ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് പൈപ്പ് തുറന്നിടുക. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് എന്ത് ചെയ്യുക, നേരാവണ്ണം വുളൂ എടുക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സാഅ് മുതൽ 5 മുദ്ദ് വരെ വെള്ളം കൊണ്ട് കുളിക്കാറുണ്ടായിരുന്നു. ഒരു മുദ്ദ് വെള്ളം കൊണ്ട് വുളൂ ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ എത്രയെന്ന് അറിയോ? ഒരു മുദ്ദ് എന്നാൽ ഒത്ത വീതിയും ഒത്ത നീളവുമുള്ള കൈക്കുമ്പിൾ. ആ കൈക്കുമ്പിളിൽ കൊള്ളുന്ന വെള്ളമാണ് ഒരു മുദ്ദ് എന്ന് പറയുന്നത്. ഈ മുദ്ദ് വെള്ളം കൊണ്ട് എന്ത് ചെയ്തിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ എടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും സൂക്ഷ്മതയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യണം എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ 3 കാര്യങ്ങളാണ് പരാമർശിക്കപ്പെട്ടത്. ഒന്നെന്നുള്ളത് വാഹനത്തിൽ നിന്ന് വേസ്റ്റ് വഴികളിലേക്ക് വലിച്ചെറിയുക എന്നുള്ളത് നിഷിദ്ധമാണെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മളിന്ന് പറഞ്ഞത് ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കൽ നിഷിദ്ധമാണെന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് വുളൂ എടുക്കുമ്പോൾ അമിതമായി വെള്ളം ചെലവാക്കുക എന്നുള്ളത് തെറ്റാണെന്നും പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ 5 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് 2 ഭാഗങ്ങളിലായിട്ട്. അതുകൊണ്ട് അത് കേട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള തിന്മകളുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കുക. ഇൻഷാ അല്ലാഹ് നല്ല മനുഷ്യന്മാരായി ജീവിക്കുക. നാഥൻ ഇരു ലോകത്തും നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.